അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാഖവിയുടെ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ജയ്ഹിന്ദ് പ്രേക്ഷകരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, ഈ വർഷം നൗഷാദ് ബാഖവി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, റഹ്മാനായ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഇത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ റബ്ബേ. ഈ വന്നിരിക്കുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ അവിടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കുന്നതിന് മുമ്പ് മരിപ്പിക്കല്ലേ റബ്ബേ. ഈ റമദാൻ ഞങ്ങളോട് യാത്ര പറയുകയാണ്. അനുകൂലമായ സാക്ഷി പറയുന്ന അവസ്ഥ നൽകണേ തമ്പുരാനെ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ പ്രിയങ്കരായ സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തിൻ്റെ പത്തുമായി ബന്ധപ്പെട്ട് റമദാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അൽ ബയാൻ നിങ്ങളോട് പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, ചരിത്രങ്ങളുമായി. ഏതായാലും നിങ്ങളെല്ലാവരും വലിയ വിഷമത്തിലാണ്. ഉമയ്യത്ത് ബിലാലിൻ്റെ അടുത്തേക്ക് പോകാനിറങ്ങി. പക്ഷേ അവിടെ പോകാനിറങ്ങുമ്പോൾ അവിടെ അബൂ സുഫിയാനുണ്ട്, അബൂ ജഹലുമുണ്ട്. രണ്ടുപേരുമുണ്ട്. രണ്ടുപേരും ഉമയ്യത്തിനെ കടന്നു പിടിച്ചു. നീ ഇവിടെ ഇരിക്ക്, ഞങ്ങൾ പറയട്ടെ. അങ്ങനെ ഉമയ്യത്ത് അവിടെ ഇരുന്നു. നീ ഇപ്പോൾ പോയിട്ട് എന്താണ് ബിലാലിനെ ചെയ്യാൻ പോകുന്നത്? ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ അവനെ കൊല്ലും. അബൂ സുഫിയാനും അബൂ ജഹലും പറഞ്ഞു, നീ ബിലാലിനെ കൊന്നതുകൊണ്ട് ഒന്നും ആയില്ല. ബിലാലിനെ കൊന്നാൽ ബാക്കിയുള്ള അടിമകൾക്ക് പേടിയാവില്ല. നീ ബിലാലിനെ ആക്രമിക്കണം, ബിലാലിനെ ഉപദ്രവിക്കണം, ബിലാലിനെ ലോകത്ത് ഇനി ഒരടിമയും ഇസ്ലാം മതം സ്വീകരിക്കാൻ പാടില്ലാത്ത വിധം ശിക്ഷിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളൊക്കെ ഇത്തരം ആഭാസങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നവരാണ്. അബൂജഹൽ. അബൂജഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അബൂജഹലിൻ്റെ ആദ്യത്തെ പേര് അബുൽ ഹക്കം എന്നായിരുന്നു. അബുൽ ഹക്കം എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അബൂ ജഹൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയും? വിവരമില്ലാത്തവരുടെ വാപ്പ എന്നാണ് അർത്ഥം. അത്രയ്ക്ക് വൃത്തികേടുകൾ മാത്രമേ ലോകത്ത് ചെയ്യുകയുള്ളൂ ചെയ്തിട്ടുള്ളൂ അബൂജഹൽ. ആ അബൂജഹൽ പിന്നെ അബൂ സുഫിയാൻ രണ്ടുപേരും കൂടിയിട്ട് ഈ ഉമയ്യത്തിനെ ഇങ്ങനെ എരികേറ്റാണ്. ഉമയ്യത്തിനോട് പറഞ്ഞു, ഹോ, നിൻ്റെ അടിമ, നീ എത്ര പൊന്നുപോലെ കൊണ്ടു നടന്ന അടിമ. അങ്ങനെയാണല്ലോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരാൾക്ക്, നമ്മളിപ്പോൾ മലയാളത്തിൽ, നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ മൂട്ടി കൊടുക്കുക എന്ന് പറയും അല്ലേ? ഇപ്പോൾ വടക്കൻ മലബാറിലൊക്കെ എരികേറ്റുക എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ അവനെങ്ങനെ രക്തത്തിളപ്പുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കും. ഉമയ്യത്തിനെ അവൻ്റെ ശത്രുക്കളായ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരായ ശത്രുക്കൾ വളഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഉമയ്യത്തെ, നിൻ്റെ അടിമ, എത്ര വില കൊടുത്താണ് നീ അവൻ്റെ ഉപ്പയെ വാങ്ങിയത്, അവൻ്റെ ഉമ്മയെ വാങ്ങിയത്, അവർക്ക് ഭക്ഷണം കൊടുത്തത്, അവരെ വളർത്തിയത്. നിൻ്റെ അടിമപ്പാളയത്തിൽ ജനിച്ചു വളർന്ന ബിലാൽ, നീ കച്ചവട സാധനങ്ങളുമായി സിറിയയിലേക്ക് അവനെ പറഞ്ഞു വിട്ടില്ലേ? നീ അവനെ വിശ്വസിച്ചില്ലേ? നീ അവനെ ഇഷ്ടപ്പെട്ടില്ലേ? നിൻ്റെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ നിൻ്റെ തോട്ടത്തിലെ നിൻ്റെ ആടുമാടുകളെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മാടിനെ ഒട്ടകത്തെ നീ പറഞ്ഞു വിട്ടില്ലേ? എന്തിനാണ്? ഇത് മുഴുവനും അവരിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചതല്ലേ? എന്നിട്ട് ആ അടിമ നിന്നെ ചതിച്ചല്ലോ, എന്നിട്ട് ആ അടിമ നിന്നെ കുറ്റപ്പെടുത്തിയല്ലോ. ഉമയ്യത്ത് ഇറങ്ങാൻ നേരം അബൂ സുഫിയാൻ പറഞ്ഞു, കൊല്ലണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ബിലാലിനെ മലർത്തിക്കിടത്തിയിട്ട് ബിലാലിൻ്റെ ശരീരത്ത് മുഴുവനും വലിയ വലിയ ആണി അടിച്ചാലോ? ഉമയ്യത്ത് ഇങ്ങനെ ഗൗരവത്തോടു കൂടി നോക്കി. അബൂജഹൽ പറഞ്ഞു, അങ്ങനല്ല, കാലിൽ കെട്ടിയിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞു. ഉമയ്യത്ത് പറഞ്ഞു, എനിക്ക് ആദ്യം ബിലാലിനെ കണ്ട് ചോദിക്കണം, ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന്. എൻ്റെ ഭക്ഷണം കഴിച്ച് എൻ്റെ കൊട്ടാര വളപ്പിൽ എൻ്റെ ആടുമാടുകളെ നോക്കി എൻ്റെ എച്ചിരി തിന്നു കഴിഞ്ഞ
എൻ്റെ അടിമ, ഞാൻ പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അടിമ, ഞാൻ പറയാതെ ഒരു കാര്യം ചെയ്യാത്ത അടിമ, അവൻ എങ്ങനെ ഇത്ര ധൈര്യം കിട്ടി, അവന് ആരാണ് കൂട്ടിക്കൊണ്ടുപോയത്, ഒക്കെ എനിക്ക് കണ്ടുപിടിക്കണം, ആർക്കും ഒരു സമാധാനവും ഞാൻ കൊടുക്കില്ല, എല്ലാവരെയും ഞാൻ പിടിച്ചു കെട്ടും എന്നു പറഞ്ഞ് കലിപുണ്ട് ആ യോഗം നടന്ന സ്ഥലത്തിൽ നിന്ന് ഉമയ്യത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ബിലാലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ബിലാൽ തൻ്റെ അടിമപ്പാളയത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാൻ, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു തൃപ്തി. കാരണം താൻ ഈ ജോലിയൊന്നും ചെയ്യാനുള്ളവനല്ല, താൻ യഥാർത്ഥത്തിൽ ഒരു അടിമയല്ല, താൻ അടിമയാകുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണ്, കേവലം ഈ ഉമയ്യത്തിൻ്റെ അടിമയല്ല. അതുകൊണ്ട് ഈ ആടുകളെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സുഖം പോലെ, ഈ ഒട്ടകങ്ങളെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സുഖം പോലെ, മുഖത്തെ മ്ലാനത മാറി, മനസ്സിൻ്റെ ശൂന്യത മാറി, നല്ല തൃപ്തിയും നല്ല സന്തോഷവും. പക്ഷേ അന്ന് ബിലാൽ ഈ ആടിന് വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ ഈ ലോകത്തെ പടച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ആടിന് വെള്ളം കൊടുക്കുന്നു. ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമ്പോൾ ബിലാൽ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം എല്ലാം എല്ലാം. ഇനി ഈ ലോകത്ത് ബിലാൽ ഒന്ന് ചലിക്കണമെങ്കിൽ തൻ്റെ നാവിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തൻ്റെ വിശ്വാസത്തിൻ്റെ മധുരം നുകരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമയ്യത്ത് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി വരുന്നത് ബിലാൽ കണ്ടത്. പേടിച്ച് വിറച്ച് ബിലാൽ ഉമയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു അട്ടഹാസമായിരുന്നു അവിടെ. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് നാളത്തെ അൽബയാനിൽ ചർച്ച ചെയ്യാം. അള്ളാഹു പഠിക്കാൻ, മനസ്സിലാക്കാൻ, ചരിത്രങ്ങളിലൂടെ അവരുടെ ത്യാഗങ്ങൾ തിരിച്ചറിയാൻ അള്ളാഹു ആ മഹാന്മാരെ ഇഷ്ടപ്പെടാൻ തൗഫീക്ക് തരട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. തറാവീഹിൻ്റെ സമയം എവിടം വരെയുണ്ട്? ഏറ്റവും നല്ലത് എപ്പോൾ നമസ്കരിക്കലാണ്? ഇത് ചോദിച്ചിരിക്കുന്ന അലിയാരാണ്, ആലുവ നിന്നും. തറാവീഹിൻ്റെ സമയം നമ്മൾ ഇപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും നല്ല സമയം. നമുക്ക് പൂർണ്ണമായി നിസ്കരിക്കാൻ ഇത്രയും റക്അത്തുകൾ ഉണ്ടാകുമ്പോൾ ആഫിയത്തോടു കൂടി കൂട്ടമായി നിസ്കരിക്കാൻ പറ്റുന്നൊരു സമയം അത് തന്നെയാണ്. പിന്നെ പാതിരാത്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാം. റമദാനിൻ്റെ രാത്രിയിൽ സുന്നത്തായി നിസ്കരിക്കേണ്ടുന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഇപ്പോൾ പഴയതുപോലെയല്ല, ഒരുപാട് ആളുകൾ കൃത്യമായി തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തറാവീഹ് പൂർത്തിയാക്കണം, ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് തറാവീഹ് കിട്ടണം എന്ന വാശി എല്ലാവരുടെയും മനസ്സിൽ വരുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അൽബയാനിൽ പറയുന്നുണ്ടല്ലോ, ഓരോ ദിവസത്തെ തറാവീഹിൻ്റെയും ശ്രേഷ്ഠത. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഹൃദയം പരിശുദ്ധമാകുന്നു, 14-ാം രാവിൻ്റെ ചന്ദ്രനെ പോലെ മരിക്കുമ്പോൾ മുഖം പ്രകാശിക്കുന്നു, പരലോകത്ത് ഉന്നതമായ വിജയശ്രീ ലാളിതരുടെ കൂട്ടത്തിൽ യാത്രയാകാൻ നിനക്ക് സാധിക്കുന്നു. ഓരോ ദിവസത്തെ ഇന്നത്തെ തറാവീഹ് നിസ്കരിച്ചാൽ, 11-ൻ്റെ തറാവീഹ് നിസ്കരിച്ചാൽ, 12-ൻ്റെ തറാവീഹ് നിസ്കരിച്ചാൽ, അങ്ങനെ ഓരോ ദിവസത്തെ തറാവീഹും നിസ്കരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ശ്രേഷ്ഠതകളുടെ ഒരു വലിയ സമാഹാരമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പൂർണ്ണമായും തറാവീഹ് പൂർത്തീകരിച്ച് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. തറാവീഹിൻ്റെ ആദ്യവും സൂറത്തുകളുടെ ഇടയിലും ഇന്ന് കണ്ടുവരുന്ന കുറേ ദിക്റുകളും സ്വലാത്തുകളും ചില സ്ഥലത്ത് വളരെ അരോചകമാവുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് ചോദിച്ചിരിക്കുന്നത് സലാം ഹാജിയാണ്, എറണാകുളത്ത് നിന്നും. തറാവീഹിൻ്റെ ഇടയിൽ അങ്ങനെ വരുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ. ഒന്ന്, നമുക്ക് നമസ്കാരം 20 റക്അത്താണ്. അപ്പോൾ ദൈർഘ്യമേറിയ സൂറത്തുകളൊക്കെ ഓതുന്ന ഇമാമികളുള്ള പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇടയിൽ കുറച്ച് റാഹത്ത് ആവശ്യമാണ്, നമുക്ക് റെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇരിക്കാനും കുറച്ച് ആ ഇരിക്കുന്ന സമയത്തൊന്ന് കുറച്ച് സലാത്താകട്ടെ. അപ്പോൾ എന്തെങ്കിലും മഹാന്മാരുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയത്തുകളോ സലാത്തുകളോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദിക്ർ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അതങ്ങനെ നമുക്ക് അരോചകമാകേണ്ട കാര്യമില്ല. വളരെ വലിയ സൂറത്തുകളൊക്കെ ഓതുന്ന പള്ളികളിൽ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് കാല് നീട്ടിയിട്ടൊക്കെ നമ്മുടെ ഉപ്പമാർക്കൊന്ന് ഇരിക്കാൻ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും, ഒന്ന് നിവർന്ന് നിൽക്കാനും നടക്കാനും ഒക്കെ ഒരു ചെറിയ ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അതിനാണ് ഈ സ്വലാത്ത് ആ സമയത്ത് ചെല്ലുക. അല്ലാതെ കൃത്യമായും തറാവീഹിൻ്റെ ഇന്ന റക്അത്തുകൾക്കിടയിൽ നിങ്ങൾ ഇത്ര സലാത്ത് ചെല്ലണം അങ്ങനെയൊന്നും കിതാബിനകത്തില്ല. ഇത് നമസ്കാരത്തിനിടയിൽ ഒരു റാഹത്ത് വേണം. കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ
രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു. അത് പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിശ്രമം നമുക്ക് ആവശ്യം വരില്ല. ഈ ഹാഫിളീങ്ങളൊക്കെ ഇമാമത്ത് നിൽക്കുന്ന റമദാനിൻ്റെ തറാവീഹിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ 30 തറാവീഹ് പൂർത്തിയാകുമ്പോൾ ഖുർആൻ ഖത്തം ചെയ്യുന്ന പള്ളികളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 റക്അത്ത് 8 റക്അത്ത് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യും. അത് ആർക്കും അരോചകത്വമാകരുത്. അത് ചെയ്യുന്നത് ചെയ്തോട്ടെ, കാരണം അത് വളരെ നല്ലതാണ്. പിന്നെ ഒരുപാട് ശബ്ദമുയർത്തിയിട്ട് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം അത് ചിലപ്പോൾ അടുത്ത് ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഉണ്ടാവും, അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടാകും. അള്ളാഹു കാക്കട്ടെ. അമീർ കണ്ണ് മൂവാറ്റുപുഴ നിന്നും അയച്ച ലെറ്ററാണ്. തറാവീഹിൻ്റെ ഇടയിലെ ദിക്റും സ്വലാത്തുകളും വലിയ ശബ്ദത്തിൽ ചിലർ ചൊല്ലുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഈ ചോദ്യം തന്നെയാണ് ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞത്. അതിൽ ചോദ്യം ഇതില്ലായിരുന്നെങ്കിലും വിശദീകരിച്ചപ്പോൾ ഞാനത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പള്ളിക്കകത്ത് ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല. എത്ര മധുരമുള്ള ശബ്ദമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ശബ്ദം താഴ്ത്തുക. കാരണം അവിടെ ഒരാൾ ളുഹ്ർ നിസ്കരിക്കുകയാണ്, അവിടെ ഒരാൾ പിന്നെ അസുർ നിസ്കരിക്കുകയാണ്, അവിടെ ഒരാൾ ഇശാ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന മനുഷ്യന് അരോചകത്വം ഉണ്ടാകുന്ന വിധത്തിൽ നമ്മളിങ്ങനെ വലിയ ശബ്ദത്തിൽ ഖുർആൻ ഓതുക. നമ്മൾ എത്ര വലിയ അബ്ദുൽ ബാസിത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും ആ നിസ്കരിക്കുന്ന മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ തറാവീഹ് ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ ജമാഅത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില ആളുകൾ പുറകിൽ ഇശാനുസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ അവരുടെ ഇശാനുസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ തറാവീഹിനിടയിൽ വലിയ ശബ്ദത്തിൽ സ്വലാത്തും ദിക്റും ചെല്ലാൻ പാടില്ല. നമ്മൾ നോക്കുക, പുറകിൽ ആളൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മയത്തിൽ, ഒരു ഭവ്യതയിൽ നമ്മൾ ആ കാര്യങ്ങൾ പൂർത്തിയാക്കുക. അല്ലാതെ പള്ളിക്കകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കലും നമ്മൾ ശബ്ദമുയർത്തി ഘോരഘോരം ആ സ്വലാത്തും ദിക്റും വിളിച്ചു പറയാൻ പാടില്ല. അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. തറാവീഹ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്രമിക്കൽ എന്നാണല്ലോ. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ വിശ്രമിക്കാത്ത നിസ്കാരത്തിന് എങ്ങനെ ഈ പേരു കിട്ടി? അലിയാർ റാവുത്തർ മൂവാറ്റുപുഴ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു യുക്തിപരമായ ചോദ്യമാണ്. കാരണം ഈ 20 റക്അത്ത് ഇങ്ങനെ ദൈർഘ്യമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്കാരത്തിൻ്റെ പേര് വിശ്രമിക്കുന്ന നിസ്കാരം എന്നാണ്. ഇതിലെവിടെയാണ് വിശ്രമം എന്നാണ് ചോദിക്കുക. യഥാർത്ഥത്തിൽ ആ നിസ്കാരത്തിന് ഇങ്ങനെ പേര് വരാൻ തന്നെ കാരണം ഈ 2 റക്അത്ത് 4 റക്അത്തൊക്കെ കഴിഞ്ഞിട്ട് ദൈർഘ്യമേറി വിശ്രമിക്കുമായിരുന്നു മുൻഗാമികൾ. കാരണം അവിടെ നിസ്കാരത്തിന് അത്രയും ദീർഘമുണ്ടായിരുന്നു. ഒരു റക്അത്ത് എന്ന് പറയുന്നത് ഒരു 1.5 റക്അത്താണ്. നല്ല നീളമുള്ള സൂറത്തുകൾ ഓതി ശരിക്ക് ഖിയാമ്, ശരിക്ക് റുക്കൂ, ശരിക്ക് സുജൂദ്, അതൊക്കെ ചെയ്ത് ഒരു 2 റക്അത്ത് പൂർത്തിയാവുക എന്ന് പറയുമ്പോൾ നല്ലൊരു പൂർത്തിയാകൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 2 റക്അത്തിലേക്ക് പോവാണ്. അങ്ങനെ 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു വിശ്രമം, കുറേ സമയം ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ചാരിയിരുന്ന് ഒന്ന് കാലൊക്കെ നീട്ടി അങ്ങനെ വിശ്രമിക്കും. അതിനാണ് റാഹത്ത് തറാവീഹ് എന്ന് പറയുക. ആ വിശ്രമത്തിനാണ് തറാവീഹ് എന്ന് പറയുക. ഈ ചോദ്യകർത്താവ് ചിലപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന 20 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളിയിലായിരിക്കും. അപ്പോൾ മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഇതൊരു വിശ്രമമില്ലാത്ത നിസ്കാരമായിപ്പോയി, നിസ്കാരത്തിൻ്റെ പേര് വിശ്രമമൊന്നും ആയിപ്പോയില്ല റബ്ബേ, അതെന്താന്ന്. എന്നാൽ പിന്നെ ഏതായാലും അൽബയാനിൽ എഴുതി ചോദിക്കാം എന്ന് എഴുതി ചോദിച്ചതാകാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. തറാവീഹ് കൈകെട്ടുന്ന ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ റുക്കൂ സുജൂദൊക്കെ ഇങ്ങനെ തലകുത്തി മറിയലാണ്. അപ്പം അതിലൊന്നും അർത്ഥമില്ല. റമളാനിനെ ഒരു പ്രഹസനമാക്കാതെ ചെയ്യുന്നത് 2 റക്അത്താണെങ്കിലും അതിന് അതിൻ്റേതായ ഹുക്കുമും അദബും ഒക്കെ പാലിച്ച് ചെയ്താൽ വലിയ കൂലിയാണ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുക. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആദ്യ തറാവീഹ് തന്നെ പ്രശ്നത്തിലായി. 6 റക്അത്ത് നിസ്കരിച്ചപ്പോൾ കുട്ടി കട്ടിലിൽ നിന്നും വീണു നെറ്റി മുറിഞ്ഞു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തിരികെ വന്നപ്പോൾ സമയം വൈകി. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് ചോദിച്ചത് മുബീന ബഷീറാണ്, തലയോലപ്പറമ്പിൽ നിന്നും. നിസ്കരിച്ച തറാവീഹിൻ്റെ എണ്ണം എത്രയെന്ന് നോക്കുക. തിരിച്ചു വന്നിട്ട് എത്ര ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും തിരിച്ചു വന്നിട്ട് ആ നിസ്കാരത്തെ ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. ഇപ്പോൾ 6 റക്അത്ത് നിസ്കരിച്ച് തീർന്നപ്പോൾ കരച്ചിൽ കേട്ടു നിന്ന് നോക്കുമ്പോൾ കുഞ്ഞ് കട്ടിലിന് തറയിൽ വീണു, നെറ്റി പൊട്ടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സമയമായി, കുഞ്ഞുറങ്ങി. ആ സമയത്ത് വീണ്ടും ഒളു ഉണ്ടെങ്കിൽ ആ ഒളുവോടുകൂടി തന്നെ, ഇനി ഒളുവില്ലെങ്കിൽ ഒളുവൊക്കെ ഒന്ന് പുതുക്കി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഒന്നുകൂടെ ഒരു ആഫിയത്തിലേക്ക് വന്നിട്ട് പൂർണ്ണമായും വീണ്ടും ബാക്കിയുള്ള 14 റക്അത്ത് നിസ്കരിച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ
അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു പോയതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തറാവീഹ് നമസ്കാരം നിനക്ക് നഷ്ടമായി പോകുന്നില്ല. ഒരുപാട് സഹോദരിമാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പുറത്തു പോയാൽ ഇനിയിപ്പോൾ എന്തായാലും രണ്ടരക്കാലത്ത് നിസ്കരിച്ചില്ല, ഇനിയിപ്പോൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുക. പരിപൂർണമായി നമ്മൾ ഈ റമദാനിൻ്റെ ഓരോ തറാവീഹിനും ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും 20 റക്അത്ത് പരിപൂർണമായി നിസ്കരിച്ചവർക്ക് മാത്രമാണ് ആ കൂലി കിട്ടുക. അതിനെ തടസ്സമാകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിനെ മാറ്റിയിട്ട് തറാവീഹിലേക്ക് തന്നെ മടങ്ങി വന്ന് റമദാനിൽ സ്പെഷ്യലായി നമുക്ക് കിട്ടിയ ആ ഒരു മധുരം നമ്മൾ വേണ്ടുവോളം നുകരുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ. ചോദ്യങ്ങൾ അയക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, കുറേ പ്രാവശ്യം നമ്മൾ ഈ ചാനലുകളിൽ മറുപടി പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ചെഴുതി ചോദിച്ചിട്ട് പിന്നെ ഉസ്താദ് മറുപടി തന്നില്ല എന്ന് പറയരുത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആവർത്തനം അവർക്ക് വല്ലാതെ വിരസതയുണ്ടാക്കും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചർ കൊല്ലം. ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്ന് നടത്തുന്ന വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, കൊല്ലം ജില്ലയുടെ ശങ്കേസ് ഹോസ്പിറ്റലിൻ്റെ എതിർവശമാണ് ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കാലങ്ങളായി കൊല്ലം ജില്ലയിൽ അറിയപ്പെട്ട MK ഫാബ്രിക്സിൻ്റെ പ്രവർത്തകരാണവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കച്ചവടത്തിൽ പുരോഗതിയും ബറക്കത്തും കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ പുരോഗതി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഏതായാലും അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാനിൻ്റെ 12ാമത്തെ തറാവീഹ് നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പുണ്യം എത്ര വലുതാണ്. 12ാമത്തെ തറാവീഹ് നിസ്കരിച്ചിറങ്ങുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന നേട്ടം എന്താണ്. 12ാമത്തെ തറാവീഹ് നിസ്കരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ സലാം വിട്ടുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന നിഅമത്ത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നാളെ പരലോകത്ത് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രഭ പോലെ ഖബറിൻ്റെ അകത്തിരുന്നും അങ്ങനെ പ്രകാശിക്കുന്ന മുഖത്തോടെ എഴുന്നേക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം തരുമെന്നാണ്. ഖബറിൻ്റെ അകത്തിരുന്ന് ചന്ദ്രപ്രകാശം പോലെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ട് ഖബറിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരാൻ നിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം തരുമെന്നാണ്. പരലോകത്ത് 12ാമത്തെ തറാവീഹ് പൂർണ്ണമായി നിങ്ങൾ നിസ്കരിച്ചാൽ. പരലോകത്തെ ഹദീസുകൾ ധാരാളമുണ്ട്. കൈകാലില്ലാത്തവരായി വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പന്നിയുടെ കോലത്തിൽ വരുന്നവർ, അങ്ങനെ പല കോലത്തിൽ വരുന്നവർ, ഉമ്മയെ ചവിട്ടിയവർ, പലിശക്കാർ, കള്ളൂടിയന്മാർ, അവർക്കിടയിൽ ഖബറിൻ്റെ അകത്തിരുന്ന് മുഖം ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്ന രീതിയിൽ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അള്ളാഹു തന്നിരിക്കുന്ന മഹാഭാഗ്യം. അൽഹംദുലില്ലാ, ആ ഭാഗ്യം കിട്ടണമെങ്കിൽ 12ാമത്തെ റമദാനിൻ്റെ 12ാമത്തെ തറാവീഹ് ഫുൾ നിസ്കരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചോൻ സഹായിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ ഒരുപാട് ദിക്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ദിക്റില്ലാതെ ജീവിതമില്ല. എന്തൊരു മനുഷ്യൻ ചെയ്താലും ദിക്ർ വേണം. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒട്ടകത്തിന് ആഹാരം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, അങ്ങനെ പറയുന്നതിൻ്റെ പൊരുളതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താലും ദിക്ർ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന 12ാമത്തെ നേട്ടമെന്ന് പറയുന്നത് അശ്രദ്ധയെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ്. വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൻ്റെ കാരണം അശ്രദ്ധയാണ്. പഠിക്കുമ്പോൾ പരാജയത്തിൻ്റെ കാരണം അശ്രദ്ധയാണ്. ഇബാദത്ത് സ്വീകരിക്കാത്തതിൻ്റെ കാരണം അശ്രദ്ധയാണ്. അങ്ങനെ ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ നിരന്തരം ദിക്ർ ചൊല്ലിയാൽ മതി. വാഹനത്തിൻ്റെ അകത്ത് നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. പഠിക്കുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. ഇബാദത്തിന് മുമ്പ് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് നിസ്കാരം തുടങ്ങിയാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ മുഴുവൻ അശ്രദ്ധയും അള്ളാഹു മാറ്റുക എന്നൊരു വലിയ നിഅമത്താണ് ദിക്ർ കൊണ്ട് 12ാമത് നമുക്ക് കിട്ടുന്ന നേട്ടം. അൽഹംദുലില്ലാ. ഇനി ദുആയാണ്. റമദാനിൻ്റെ 12ാമത്തെ രാവിലും പകലിലും നിങ്ങൾ ചൊല്ലാനുള്ള ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മസ്തുറുനി ലിബാസൽ ഖുനൂഅ്, അല്ലാഹുമ്മസ്തുറുനി ലിബാസൽ ഖുനൂഅ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ധരിപ്പിക്കണേ എന്നാണ്. ഇസ്തുറുനി, അല്ലാഹുമ്മസ്തുറുനി, നീ ഞങ്ങളെ ധരിപ്പിക്കണമേ. ലിബാസൽ ഖുനൂഅ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്ന ആ ഉള്ളതുകൊണ്ട് തൃപ്തി അടയുക എന്ന ഒരു വസ്ത്രം കൊണ്ട് ഞങ്ങളെ നീ വസ്ത്രം ധരിപ്പിക്കണമേ. ലിബാസൽ ഖുനൂഅ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് അള്ളാഹു തന്നതെന്താണോ അതിൽ തൃപ്തി.
നമ്മുടെ സഹോദരിമാരൊക്കെ ശരിക്കും ദ്വാരക്കണം. ഭർത്താക്കന്മാർ എന്തുകൊണ്ട് വന്നാലും തൃപ്തിയാവില്ല. ആ കളർ പോരാ, ഈ കളർ പോരാ, വീണ്ടും 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 ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ, ആവശ്യത്തിലധികം പാത്രങ്ങൾ, ആവശ്യത്തിലധികം ചെരുപ്പുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക തന്നെ അത് ശരിയല്ല. ഒരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിക്കണേ റബ്ബേ എന്ന ദുആയാണ് ഈ റമദാനിൻ്റെ 12ാമത്തെ രാവിലും പകലും ചൊല്ലാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർകുണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന ചരിത്ര ശകലവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.